ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ഒരു നേഴ്സായെന്നാണ്. കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കാത്തിരിക്കുന്നത് വെക്കേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളുടെ നേഴ്സ് ആൻറ്റി യൂറോപ്പിൽ നിന്ന് ഞങ്ങളെ കാണാൻ വരും. ഒരു ദിവസം ഞങ്ങളെ കുട്ടികളെല്ലാവരെയും വിളിച്ചിരുത്തി ആൻറ്റി ഒരു കഥ പറഞ്ഞു തന്നു. ആൻറ്റി വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ ബെഡ് നമ്പർ 10 പീറ്റർ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സമ്പന്നനായിരുന്നു. ധാരാളം ബിസിനസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് സന്ദർശകർ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അദ്ദേഹം ക്രിസ്മസിന് പാർട്ടിയൊക്കെ വെക്കുമായിരുന്നു. അതുപോലെ ബെഡ് നമ്പർ 1 പോൾ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ഫ്ലവർ ഷോപ്പിൽ തുച്ഛമായ വേതനത്തിന് വർക്ക് ചെയ്യുന്ന ഒരു അപ്പച്ചനായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം കുടുംബത്തെ നോക്കിക്കൊണ്ടുവന്നത്. രണ്ടുപേരെയും വയസ്സായപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ കൊണ്ടുവന്നാക്കി. ഈ കഥയിലൂടെ ആൻറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒരു വയസ്സാകുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ആകുമെന്നാണ്. പക്ഷേ എനിക്കതിലൂടെ മനസ്സിലായത് ഒരു നേഴ്സിന് മാത്രമേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വേർതിരിവില്ലാതെ നമ്മളിൽ ഒരാളായിട്ട് കാണാൻ സാധിക്കൂ എന്നാണ്. അതുപോലെ ഏറ്റവും ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. ഞാൻ ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റിന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ 6136 എന്ന് പറയുന്ന റൂമിൽ കിടന്നിരുന്ന ഒരു അമ്മച്ചിക്ക് IVDP ആയിട്ടാണ് കിടക്കുന്നത്. നടക്കാൻ പറ്റത്തില്ല. ഞാൻ മെഡിസിൻ കൊടുക്കാൻ വേണ്ടി കയറിയപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ വന്നിരുന്ന നേഴ്സ് വെച്ചുണ്ടായിരുന്നു, എങ്ങനെ എൻ്റെ മോഷൻ മാറിയെന്ന് എനിക്ക് അറിയത്തില്ല മോളെ എന്ന്. എനിക്കത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അറപ്പുള്ള കാര്യങ്ങൾ പോലും ഒരു നേഴ്സിന് സ്വന്തം അപ്പനോ അമ്മയോ ആയിട്ടോ കണ്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ദൈവത്തിനും പിന്നെ ഒരു ഡോക്ടറിനും ഒരു നഴ്സിനും മാത്രമേ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ കെയറൊക്കെ കൊടുക്കുന്ന പേഷ്യൻ്റെ അവർ ഹെൽത്ത് ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാം, സിസ്റ്ററെ ഞങ്ങൾ പോവാണ് കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സിസ്റ്ററെ ഓർമ്മയുണ്ടോ എന്ന് നമ്മളോട് വന്ന് ചോദിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഇഫ് യു സേവ് എ ലൈഫ് യു ആർ എ ഹീറോ. ഇഫ് യു സേവ് 100 life you are a nurse or a doctor. This video is contributing to all the nurses and for upcoming nurses. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.